ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ സിംഗിൾ മല്ലൂസ്. ഇന്നത്തെ ട്രേഡ് എന്താ നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ പതിവ് പോലെ അംബുജ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. എന്നോട് ഒരാൾ കമൻറ്റ് ചോദിച്ചോട്ടെ, എന്താ നിങ്ങൾ ഈ തന്നെ എടുക്കുന്നതെന്നുള്ളത്. അതിനുള്ള റീസൺ ഞാൻ പറയാം അതിനകത്ത്. ഇപ്പോൾ ടാറ്റയാണല്ലോ കുതിച്ച് കയറാനുള്ള മുകളിലോട്ട്. ഒരു ദിവസം ഡൗൺ ആയിരുന്നു പുള്ളി. എന്താണ് ഇന്നത്തെ അവസ്ഥ നോക്കാം. ആദ്യം അംബുജയിൽ നിന്ന് തന്നെ ആവട്ടെ അല്ലേ തുടക്കം. ഈ അംബുജ സിമെൻ്റ് എപ്പോഴും എടുക്കാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നല്ല മൂവ്മെൻ്റുള്ള സ്റ്റോക്കാണ്. നല്ല മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അപ്പും നല്ല ഡൗണൊക്കെ ഉള്ള സ്റ്റോക്കുള്ളതാണ് അംബുജ, ടാറ്റ മോട്ടോഴ്സ്, IRCTC, അങ്ങനെ കുറച്ച് അങ്ങനെ നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുണ്ട്. നമ്മളിത് എന്നും ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും കയറി നോക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മളുടെ ഒരു മൈ ലിസ്റ്റിൽ എടുത്തിടും. എന്നും അത് തന്നെ എടുക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഈ NR7 ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഡേക്കുള്ള സ്റ്റോക്കുകൾ ഏതാണെന്നുള്ള ചെക്ക് ചെയ്യും. പിന്നെ ഈ അടുത്ത് കുറച്ച് ദിവസമായിട്ട് അംബുജ സിമെൻറ്റ് എടുക്കാറുണ്ട്. കാരണം അംബുജ എടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ, നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അംബുജ കയറിക്കൊണ്ടിരിക്കുകയാണ്, താഴെ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ടൈം തുടങ്ങിയിട്ടേ ഉള്ളൂ. 9:24 ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ അംബുജനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അംബുജയുടെ ഓണർ ആരാണെന്നറിയോ? അത് ഈ ട്രേഡൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 11,465 രൂപയുണ്ട്. 92 കിട്ടുമില്ല, 91 കിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ 10,000 നമ്മുടെ ക്യാപിറ്റൽ കൂട്ടി വെച്ചിട്ടുള്ള എമൗണ്ടാണ് കേട്ടോ അത്. നമ്മൾ കൊടുത്തതിന് വിപരീതമായിട്ടാണല്ലോ നീങ്ങണേ. ആ സാറല്ല നീങ്ങിക്കോട്ടെ. ഈ അംബുജ സിമെൻറ്റിൻ്റെ ഓണർ ആരാന്നറിയാം? ഇപ്പോഴത്തെ അദാനി ഗ്രൂപ്പാണ് കേട്ടോ. അംബുജയുടെ 60% ഷെയർ അദാനി ഗ്രൂപ്പാണ് വാങ്ങിച്ചത്. അംബുജയുടെ വാങ്ങിച്ചിട്ടുണ്ട്, ACC സിമെൻറ്റിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കമ്പനിയുടെയും വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ അദാനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്കുകളും ഫുള്ള് കൺസ്ട്രക്ഷനാണല്ലോ. എയർപോർട്ട് പണിയുക, പാലം പണിയുക, ഷിപ്പിംഗ് പോർട്ട് പണിയുക, വലിയ ഹൈവേസ് പണിയുക, റെയിൽവേ, അങ്ങനെയുള്ള വലിയ വലിയ വർക്കുകളാണല്ലോ. ഇതെല്ലാ വർക്കിനും മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് സിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമെൻറ്റ് ഒരു ബാഗ് 300 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും പാക്കിംഗ് കോസ്റ്റും നെയിമും പ്ലേറ്റും ഈ ലൈസൻസും മറ്റേ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു 300 രൂപയുടെ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 120 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അയാളുടെ കമ്പനിയിലേക്ക് ഇനി അയാളുടെ കമ്പനിക്ക് ഇനി ഒരുപാട് വർക്കുകൾ നല്ല റേറ്റ് കുറച്ചെടുക്കാൻ പറ്റും മറ്റുള്ളവർ എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഇനി കുറച്ച് നാളും കൊണ്ട് അയാളുടെ പ്രൊജക്റ്റും വർക്കുകളൊക്കെ നല്ല ഹൈലായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ക്യാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അംബുജ സിമെൻറ്റൊക്കെ മറ്റേ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് എടുത്തിടാൻ പറ്റിയ നല്ല സാധനമാണ്. മനസ്സിലായോ? ഷോർട്ട് ടൈമിനല്ല കേട്ടോ, ലോങ് ടൈമിന്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഭാഗമായിട്ട് ആരും അങ്ങനെ എടുക്കണ്ട, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ. ഇപ്പോഴും അംബുജയും ടാറ്റ മോട്ടോഴ്സൊക്കെ എടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയുണ്ട്. ഏറ്റവും നമ്മൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്, നല്ല മൂവ്മെൻ്റുള്ള ട്രേഡിങ്സാണ് ഡെയിലി നടക്കാറ്. നല്ല ഹൈ, നല്ല അപ്പും വരാറുണ്ട്, നല്ല ഡൗണും വരാറുണ്ട്. അംബുജ ഞാൻ എടുത്തേക്കണ സെല്ലാണ് കേട്ടോ. അത്ര ഹൈ വന്ന സ്ഥിതിക്ക് താഴേക്ക് ഇനി ഒരു സെല്ല് വരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം, വെച്ചി. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ഒരു 100 days ഓഫ് ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? പോസിറ്റീവായി കയറി വരുന്നുണ്ട്. കൊള്ളാലോ. കുറച്ചുകൂടി ഇറങ്ങട്ടെ, നമുക്ക് അവനപ്പം പൂശാം. 9:38 ആയില്ലേ?
ഇന്നിപ്പോൾ കുറച്ച് ഒരു 2-2.5-3% പ്രോഫിറ്റ് നേരത്തെ എടുക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് മാത്രമല്ല, ഞാൻ മറ്റേ നമ്മുടെ ഇതിനകത്ത് എന്താൻ്റെ പേര് ടാറ്റ മോട്ടോഴ്സിലും ഒരു ട്രേഡ് എടുക്കണമെന്നൊരാഗ്രഹം കൂടെ ഉണ്ട്. മിക്കവാറും ഇതൊരു 2-2% ആയി കഴിഞ്ഞാൽ കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടാറ്റ മോട്ടോഴ്സിലൂടെയും ട്രേഡ് എടുക്കാം. അതും പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ട്രേഡ് കൊണ്ട് എടുക്കാം. HDFCയുടെ പോലെ നോക്കി അതും ഇന്നും അവനെ 3 ഒരുമിച്ച് പ്രോഫിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഹാട്രിക്കാണ് കേട്ടോ. പിന്നെ ഹാട്രിക്ക് അടിക്കലടിക്കും. നിങ്ങൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഇതാക്കട്ടോ. 2% ആയി. ഇറങ്ങണോ? 2.5 ആയല്ലോ. ഇറങ്ങാലോ. ഇറങ്ങിയിട്ട് വേറെ ഓർമ്മ എടുക്കാം. അതല്ലേ കുറച്ചുകൂടി ബെറ്റർ. അപ്പോഴത്തേക്കും കയറിയവൻ വെയിറ്റ് ചെയ്യാം. അവനെന്തായാലും ഇറങ്ങി വരാനുള്ള ഉദ്ദേശമുണ്ട്. ഇറങ്ങി വരട്ടെ. ഒരു 2% കട്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത റൗണ്ട് എടുക്കാം. സ്കാൽപ്പിങ്ങിൽ നമ്മളങ്ങനെ അധികം ഈ പറഞ്ഞ പോലെ അധികം പ്രോഫിറ്റുകൾ നമ്മളങ്ങനെ അധികം പ്രതീക്ഷിക്കില്ല. നമ്മൾ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മളുടെ ക്യാപിറ്റൽ കൂട്ടിയിട്ട് അടുത്ത ദിവസം കളിക്കുമ്പോൾ അത്രയും ക്യാപിറ്റൽ വെച്ചിട്ട് കൂടുതൽ ക്യാപിറ്റൽ വെച്ചിട്ട് കളിക്കുക എന്നുള്ള മൈൻഡാണ് നമുക്കുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഇടയ്ക്ക് വരുന്ന ഓരോ എക്സ്പെൻസ് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഈ ട്രേഡിങ്ങിൻ്റെ ഫണ്ടുമായിട്ട് എടുത്ത് കയറ്റി വയ്ക്കും. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്, എനിക്കറിയാം. എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വരുമ്പോൾ അത് ഇതിലേക്ക് കയറ്റി വയ്ക്കും. 1.5% ആയല്ലോ. നേരത്തെ 2% ഇപ്പോൾ കട്ട് ചെയ്യായിരുന്നു. ഇപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നും. 9:28 എടുത്ത ട്രേഡാണ്. 9:40 ഈ ആരും ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്തുള്ള ട്രേഡ് അറ്റൻഡ് ചെയ്യരുത് കേട്ടോ. കാരണം അതൊരു ഹൈ റിസ്ക്കാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ അതിൻ്റെ കൂടെ പോകും. അവനോട് വെച്ച് നിൽക്കണം, അവിടെ വെച്ച് നിൽക്കും. അതല്ല താഴോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് സെല്ലടിച്ച് പതിയെ താഴേക്ക് വരും. അവനെവിടെയാണ് നിൽക്കണം, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതാണ് സാധാരണ നമ്മുടെ പരിപാടി. പക്ഷേ ഈ സ്റ്റാർട്ടിങ് സമയത്ത് ആദ്യത്തെ 15 മിനിറ്റ് തൊട്ടൊരു 1.25 മണിക്കൂർ, അതായത് അടുത്തൊരു 10 മണി ആവണ വരെ അതിനിടയിലൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴുള്ള മൂവ്മെൻറ്റ് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒരൊറ്റ ഹൈയും ചിലപ്പോൾ ഒരൊറ്റ ലോയൊക്കെ വരും. അത് ഒരു പണി വാങ്ങിക്കേണ്ട കേസാണ്. അത് നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. മനസ്സിലായി? ഞാനിപ്പോൾ ഇന്നിപ്പോൾ അത് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനെയായിട്ട് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അംബുജയുടെ ഇടയ്ക്ക് അങ്ങനെ വലിയ പണികളൊന്നും കിട്ടാറില്ല. എല്ലാ തവണയും പ്രോഫിറ്റ് തന്നെ എടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണയും അത് തന്നെയായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേട്ടോ എടുത്തത്. പിന്നെ കമൻറ്റിൽ വന്ന ചോദിച്ച ഒരു ചോദ്യമാണ് മറ്റേ പ്രോഫിറ്റ് കുറവാണല്ലോ, എന്താണ് മറ്റേ ലിവറേജ് കിട്ടണില്ല, ഇല്ലെന്നു. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഒരുപാട് മറ്റേ ടാക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഏത് സ്റ്റോക്കാണെങ്കിലും അതിൻ്റെ ഒരു വോളിയവും കാര്യങ്ങളും അതിലെത്ര പേര് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ അത് ബാധകമാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വോളിയം ഉണ്ടാവും. നല്ല വോളിയമുള്ള സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സൊക്കെ. നല്ല വോളിയം, നല്ല മൂവ്മെൻറ്റ്, നല്ല പ്രൈസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ അതിന് ഇന്ന സ്റ്റോക്ക് എന്ന് ഒരാൾ പറഞ്ഞു തന്നെന്നില്ല. ഇപ്പോൾ സ്ട്രാറ്റജി ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന സ്ട്രാറ്റജി എന്നല്ല ഇന്ന സ്റ്റോക്ക് നമ്മൾ ഒരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളത് കളിച്ച് വരുമ്പോൾ നമ്മളതിലേക്കായി വരും. ഇപ്പോൾ സ്ട്രാറ്റജി ആണെങ്കിലും എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന പോലൊരു സ്ട്രാറ്റജി എനിക്കില്ല. അതിപ്പോൾ ഇത്ര നാളും കളിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരിക്കാം എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾ വെച്ച് കളിക്കുന്നേ ഉള്ളൂ. ഇത്തവണ 2% കട്ട് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത്ര നാൾ കളിച്ചതിൻ്റെ കൂടെ നമുക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ അതിനകത്ത് അറ്റൻഡ് ചെയ്യാറുള്ളൂ. അല്ലാതെ വലിയ കളികളിലൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല. ഏകദേശം ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് എന്തോ ആയിട്ടുണ്ടല്ലോ, 2.5% ആയിട്ടുണ്ടല്ലോ.
അധികം സമയമായിട്ടില്ല, കുറച്ച് സമയമായുള്ളൂ. ഇപ്പം തന്നെ വിഡ്രോ ചെയ്ത് ഇറങ്ങുന്നല്ല. ഞാനൊരു 100 days ഓഫ് ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞ ആരെങ്കിലും ഓർക്കണ്ടോ? നമുക്ക് ലൈവായിട്ട് ലൈവ് സ്ട്രീം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? എല്ലാവരും ഒരു 10,000 rupees ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളതായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ ആർക്കൊക്കെ പ്രോഫിറ്റ് ഉണ്ട്, ആർക്കൊക്കെ ലോസ് ഉണ്ടെന്നുള്ള ഡെയിലി അതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു 100 days ഈ 10,000 പ്രോഫിറ്റാണോ ഉള്ളത് ലോസാണോ ഉള്ളതെന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ സ്കാൽപ്പിംഗ് എടുത്ത് എസ്കേപ്പ് ആവാന്നുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫഷൻ ഇതല്ല, നമ്മൾ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് ഓണാക്കിയിട്ടപ്പോഴും ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കാറൊന്നുമില്ല. ഞാനത് ഓണാക്കും, മാർക്കറ്റ് എങ്ങനെയാണ് ജസ്റ്റ് നോക്കും, എന്നിട്ട് ഫോൺ പോക്കലിടും. പിന്നെ അപ്പം പെട്ടെന്ന് മാർക്കറ്റ് മാറുമല്ലോ. മാർക്കറ്റ് മാറുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എടുത്തില്ല എന്ന് വരും, ചിലപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ട്രേഡ് എടുത്തോളൂ എന്ന് വരും. ചിലപ്പോൾ ഈ ട്രേഡിനകത്ത് ഇടുന്ന ക്യാഷ് എല്ലാം എടുത്ത് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യും. അങ്ങനെ എല്ലാ പരിപാടിയും അറ്റൻഡ് ചെയ്യും. പിന്നെ ഇതൊന്നുമില്ല, മനസ്സിലായില്ലേ? ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനും ഇപ്പോൾ എല്ലാവരുമായിട്ട് നിങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു ഗെയിമിൽ ഇരിക്കണമെന്നുണ്ട്. അതിനൊക്കെ ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇത് വരണ്ടേ, കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഒരു പ്രചോദനമുള്ളൂ. നിങ്ങളല്ലേ നമ്മുടെ ഒരു പ്രചോദനം. പിന്നെ അംബുജ സിമെൻ്റ് കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പം അങ്ങനെ ഇപ്പോൾ അംബുജ സിമെൻറ്റിൻ്റെ ഫുൾ കൺട്രോളുള്ളത് നമ്മുടെ അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അദാനി ഇടയ്ക്കൊന്ന് പൊട്ടിപ്പൊളിഞ്ഞ് വന്നിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അദാനി പൊട്ടിയാലും വളർന്നില്ലെങ്കിലും നമുക്കിപ്പോൾ ട്രേഡിങ്ങിൽ ഇപ്പോൾ ബെയിലാണെങ്കിലും സെല്ലാണെങ്കിലും നമ്മളതിൽ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് കാര്യം. ഞാനത് എടുക്കുകയും ചെയ്യും. ഏകദേശം ഇത്രയും ഡൗൺ ആയ സ്ഥിതിക്ക് ഇനി അധികം വച്ചുകൊണ്ടിരിക്കണ്ട എന്നുള്ളതാണൊരു തീരുമാനം. നമുക്കത് സെല്ലൗട്ട് ചെയ്യാം. എത്ര പോയിന്റ് നോക്കാം നമുക്ക്. വെരി ഗുഡ് 3% അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെയല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട് ഓഫാക്കി ഇറങ്ങിയിട്ട് വേറെ ഒരെണ്ണം എടുക്കാം. കട്ട് ഓഫ് ചെയ്യാം. ഞാൻ ചില സമയത്ത് ബാക്ക് ടു ബാക്കൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ട്രേഡിൻ്റെ അവൻ്റെ പുറകെ തന്നെ വിടും. ഇനി ചിലപ്പോൾ അവൻ മാറി 271 രൂപയാണ് അതിൻ്റെ. അപ്പോൾ 2.7 എന്തെങ്കിലും കാണിക്കട്ടെ. ഇനി നമുക്ക് വേറെ ഒരെണ്ണം ഇനി അംബുജ തന്നെ വീണ്ടും എടുത്തിട്ട് ഇപ്പോൾ ഈ സെല്ല് അടിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. വേറെ ഒരെണ്ണം നോക്കാം. ടാറ്റ മോട്ടോഴ്സ് നോക്കാം. നമ്മുടെ ഐറ്റം അതാണല്ലോ. അടിപൊളി ടാറ്റ മോട്ടോഴ്സ്. എന്താ ചെയ്യണ്ടേ? ബെയ്യാക്കാം. ഒരു 11,000 തന്നെ പർച്ചേസ് ചെയ്യാം അല്ലേ? 51 52 11,400 53 ബെയ്യാണ്ട് അടിച്ചാണ്. കാരണം അത് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നതാണ്. നേരത്തെ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേരത്തെ അത് ടാറ്റ മോട്ടോഴ്സ് ബേ ചെയ്യണം നമ്മുടെ പ്ലാൻ ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അതിന് ടാറ്റ മോട്ടോഴ്സൊക്കെ എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തലേന്ന് നമ്മളത് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏതാണ് അതിൻ്റെ കാലത്തന്നെ നോക്കിയിട്ട് അതിനകത്ത് ഏതിലേക്കാണ് ചാൻസ് ഉള്ളതെന്ന് നമ്മൾ നോക്കും. നേരത്തെ സെല്ലടിക്കാൻ കാരണം അവനങ്ങനെ കയറിപ്പോയപ്പോൾ ഇനി അടുത്തൊരു സെല്ല് വരുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ സെല്ലടിച്ചു. പ്രതീക്ഷ തെറ്റിയില്ല, പ്രോഫിറ്റായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് ഇനി അതുപോലെ കുറേശ്ശെ മേളിലേക്ക് കയറി വരുന്നതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ബെയ്യ് അടിച്ചത്. പക്ഷേ ഇപ്പോൾ ഇത്തിരി ലോസിലാണ് കാണുന്നത്. അറിയില്ല, അത് ശരിയാകുമായിരിക്കും. അത്ര വലിയ ഇഷ്യമുള്ള കാര്യമല്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല. നമ്മൾ ഇതിനപ്പുറം ചാടിക്കിടന്നവരാണ് KK ജോസഫ്. ഇതിനു മുമ്പും ഈ
ഈ സ്റ്റോപ്പ് ലോസ് വെക്കാത്തതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇവന്മാർ ഈ കയറി ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് ചെറിയ താഴേക്ക് വരും. എത്ര പേരുടെ സ്റ്റോപ്പ് ലോസോ എത്ര പേരുടെ പ്രോഫിറ്റാണ് ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച് കൊണ്ടുവന്നത്. ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് വലിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് മറ്റേ ഈ സമ്മറി ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സമ്മറി ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മറി ചെക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇതുണ്ടോ ചാർട്ടിൻ്റെ ഇപ്പുറത്തുണ്ടോ സമ്മറി, അതാണ് അത് ഞാൻ ചെക്ക് ചെയ്ത് വെക്കുക. ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് റിവേഴ്സലായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് കൊടുത്താൽ ഇപ്പോൾ 60% പേര് പ്രോഫിറ്റ് അല്ലെങ്കിൽ 70% പേര് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ നമ്പർ ഒന്ന് മാറും. കാരണം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഇവന്മാരൊക്കെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി പോകും. ടാറ്റ മോട്ടോഴ്സ് നല്ല വോളിയവും നല്ല മൂവ്മെൻ്റൊക്കെ ഉള്ള ഇതാണ് കേട്ടോ, നല്ലൊരു സ്റ്റോക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല കാശുണ്ടെന്നുണ്ടെങ്കിൽ റിലയൻസ് എടുക്കാം. കയ്യിൽ ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റും. ഇപ്പോൾ ഈ 10,000 വെച്ച് കളിക്കാനൊക്കെ ആയിട്ട് അംബുജ സിമെൻറ്റൊക്കെ ബെസ്റ്റാണ്. അംബുജ സിമെൻറ്റും ടാറ്റ മോട്ടോഴ്സൊക്കെ ഓക്കെയാണ്. റിലയൻസ് വെച്ചൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ 50,000 എന്തെങ്കിലും വേണം. എന്നാലാണ് മിനിമം 50,000 എങ്കിലും റിലയൻസിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആകെ നിസ്സാര ഷെയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അംബുജ നമ്മൾ നേരത്തെ എടുത്ത് എത്രയായിരുന്നു അംബുജ, താഴേക്ക് തന്നെ ഇറങ്ങിയായിരുന്നു കേട്ടോ, താഴേക്ക് തന്നെയാണ് ഇറങ്ങണേ. നമ്മളപ്പോൾ ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് കരുതി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ എന്തായാലും കുറച്ചേരം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. ഹലോ, അവിടെ നിന്ന് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു സീനറി കണ്ടപ്പോൾ നടക്കാൻ പോണേ. എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ബൈയാണ് അടിച്ചിരുന്നത്. നമ്മൾ പിന്നെ എന്തെങ്കിലും കാര്യം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ട പോലെ ആയിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ചാനൽ സിംഗിൾ മല്ലൂസ്. നിങ്ങളോട് ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഈ പറയണേ കേട്ടോ. കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടല്ലോ. ലോസ് ആണെങ്കിലും വീഡിയോ ഇടണം ചേട്ടാ. ലോസ് ആണെങ്കിലും വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ ലോസ് വരണ്ടേ, എന്നാലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കളിക്കണൊക്കെ പ്രോഫിറ്റിലല്ലേ ഓടണേ. ശരി ബ്രോ, ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ലോസ് ആണെങ്കിലും എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആദ്യം നമ്മുടെ എന്തായി ഗതി എന്തായിരുന്നു അവിടെ 2 ക്രിട്ടിക്കൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടല്ലോ. പ്രോഫിറ്റാണ്, അപ്പാണ് ഓർഡർ. എത്ര കിട്ടി? 189. അപ്പോൾ ഇതും ഒരു 2% അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോണ്ടി അങ്ങ് എടുത്തൂടെ, ഒരു ട്രേഡ് കൂടി വേണമെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ എടുത്തൂടെ. എന്തായാലും നമുക്ക് ഇവനെ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ട്രേഡ് കൂടി എടുക്കാം, നോക്കാം എന്താ അവസ്ഥ. ഓക്കെ, 107 ഇപ്പം 4.5% ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോട്ടി നോക്കാം. അല്ലെങ്കിൽ ഇവൻ്റെ തന്നെ ബാക്ക് ടു ബാക്ക് പിടിച്ചാലോ. നമ്മുടെ ഇവൻ്റെ തന്നെ നമ്മുടെ എന്താണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ അംബുജയുടെ ആണെങ്കിലും ബൈ അടിക്കാം, കുഴപ്പമില്ല. ബൈ അടിക്കാന്ന് പറയുമ്പോൾ സെറ്റിലോട്ടുള്ളത് തന്നെ. വേറെ ടാറ്റ മോട്ടോഴ്സ് തന്നെ നോക്കാം. ടാറ്റ മോട്ടോഴ്സ് തന്നെ എടുത്തിട്ട് സൈറ്റിൽ നിന്നുള്ള സേഫ്റ്റി ഓഫീസറിൻ്റെ മെസ്സേജ് ഉള്ളൂ. HDFC വേണ്ട. HDFCയുടെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. 10 ആയുള്ളൂ, സാവകാശം എടുത്താൽ മതി. എന്തായാലും ധൃതി. ഇതൊക്കെ ഞാൻ വരച്ചിട്ടല്ലേ ഇതിനൊക്കെ എടുത്ത് കളയാനൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം മതി, ആവശ്യമില്ലാത്തപ്പോൾ ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ടാറ്റ മോട്ടോഴ്സ് തന്നെ നോക്കാം, അതൊക്കെ നല്ലത്. HDFCയുടെ ഇത് ബൈ അടിക്കണോ സെയിൽ അടിക്കണോ തോന്നണില്ല. അംബുജയിൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബുജ എന്തേ മേളിലോട്ട് പോകുമെന്ന് പറഞ്ഞ സാധനം എന്തേ താഴോട്ട് പകുതിക്ക് വെക്കണം. ഇത് 54% ആൾക്കാരും ബൈ അടച്ചാണ്. പക്ഷെ എന്നിട്ട് സാധനം മുന്നും താഴെ കിട്ടും.
അപ്പോൾ 54% ആൾക്കാരുടെയും കാശ് പോകും. പിന്നെ ടാറ്റ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അപ്പോളൊന്നും വേണ്ട. എൻ്റെ പൊന്നെ, ഇഴയാണല്ലോ കിടന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അധികം വേണ്ട, അപ്പോളോ വേണ്ട. അപ്പോളോ 51% പെയ്യും, വേണ്ട. അപ്പോളോ ശരിയാവില്ല. അംബുജ 51% മറ്റേ റേറ്റിൽ തന്നെ നിൽക്കുകയാണ്. അതിപ്പോൾ താഴോട്ടുണ്ടോണ്ട, അതും ശരിയാവില്ല. ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ടാറ്റ മോട്ടോഴ്സ് തന്നെ പിടിക്കാം. അത് നേരത്തെ ബെയ്യല്ലേ കൊടുത്തിരുന്നേ, എന്നാൽ അതിൻ്റെ ബാക്ക് ടു ബാക്ക് പിടിച്ച് സെല്ല് പിടിച്ചാലോ? സെല്ലാണ്ട് വർഷം തുടങ്ങിയിട്ടുമുണ്ട്. സെല്ല് തന്നെ എടുത്താലോ? മുമ്പത്തെ 20% വെച്ചിട്ട് സെല്ലെടുത്താലോ അല്ലയോ എന്നറിയില്ല. എന്നാലും സെല്ല് നോക്കാം അല്ലേ? നേരത്തെ ബയ്യല്ലോ എടുത്ത് സെല്ല് നോക്കാം, ഏതിലാണ് പ്രോഫിറ്റ് എന്നറിയില്ലല്ലോ. അമ്പുജ അപ്പോൾ ബയ്യങ്ങ് അടിച്ചേർന്ന് ഈ കളസം കയറിയണതേ. തീരുമാനിക്കാം, സെല്ല് കൊടുക്കാം അല്ലേ? എത്ര ക്വാണ്ടിറ്റി കിട്ടും? 42 പേരല്ലോ. 52 53 കിട്ടൂലേ? 53. ഓക്കെ, സെല്ലടിക്കാം. അത് ഓടി കൊണ്ടുപോയി സെല്ലടിച്ച് വെച്ചപ്പോൾ എന്തൊരു സമാധാനം, ദൈവമേ. താഴേക്കോട്ടെ. ഇതിപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് അല്ല കേട്ടോ. ഇത് ടാറ്റ മോട്ടോഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും നേരത്തെ എടുത്ത ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് കാണിക്കുള്ളൂ. നമ്മളിപ്പോൾ എടുത്ത ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് സെപ്പറേറ്റ് കാണിക്കില്ല, രണ്ടും കൂടി ഒരുമിച്ചേ കാണിക്കുള്ളൂ. ഓക്കെ, ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിലാണ് നമ്മളൊരു പ്രതീക്ഷ. നിങ്ങൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ 100-400 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ സ്ഥിരമായിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുള്ളൂ എന്ന് തോന്നുന്നു. നൈസായിട്ട് പ്രോഫിറ്റ് കേട്ടപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അപ്പോൾ ഞാൻ അന്ന് കഴിഞ്ഞ 2 വീഡിയോസിൽ പറഞ്ഞ മറ്റേ 100 days of challenge, അതിൽ റൂൾസും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 10,000 അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ 10,000 അല്ലെങ്കിൽ ഒരു 5,000 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് പിന്നെ എടുക്കുന്ന ട്രേഡ് സത്യം പറഞ്ഞാൽ 25,000-ലാണ് തുടങ്ങേണ്ടത്. പക്ഷേ 25,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇനി ഒന്ന് ചെയ്ത് തുടങ്ങിയാൽ കൊള്ളാമെന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ കൂടുന്നതിൽ തെറ്റില്ല. പ്രോഫിറ്റാണ് അല്ലേ? എന്നാലും പ്രോഫിറ്റായി വരണേ ഉള്ളൂ, സമയമെടുക്കും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇത് ലോസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വേണ്ടി ഞാൻ നേരത്തെ കൂട്ടി കട്ട് ചെയ്ത് മാറ്റും കേട്ടോ, ലോസിലേക്ക് പോകണമെങ്കിൽ. ഞാൻ പിന്നെ കാരണം തേർഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. ഞാൻ പിന്നെ എടുക്കാമെന്ന് വെച്ചാൽ അത് പ്രോഫിറ്റിലേക്കാണെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യും, അതല്ല ലോസിലേക്കാണെങ്കിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് ഒഴിവാക്കും. എന്തായാലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ. ഓക്കെ, വെയിറ്റ്. ഹലോ ഗായ്സ്, അവനങ്ങനെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അവനെ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ പറ്റണില്ല. അവന് അതുപോലെ ഇറങ്ങാൻ കയറുക അങ്ങനെ പ്രോഫിറ്റും ഇല്ല നഷ്ടമില്ലാത്ത രീതിയിൽ അങ്ങനെ എടുക്കണം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ അവനവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ബ്ലാക്ക് ലൈൻ വരച്ചിട്ടുണ്ട്, അതൊരു സപ്പോർട്ട് ലൈനായിട്ട് വരച്ചിട്ടേക്കണതാണ്. അതിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ പിന്നെ ഫുള്ളായിട്ടൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അല്ല വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം, അതൊക്കെ ബെറ്റർ. അതല്ലാതെ കാരണം ഇപ്പോൾ സമയം എത്ര കണ്ടോ, ഞാൻ 1:30-ക്കാണ് പിന്നെ ഓണാക്കിയത്. 1:25 ഈ സമയമായപ്പോഴും അവനെന്നെ അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഞാനത് അലേർട്ട് വയ്ക്കാറുണ്ട്, എത്രയാണ് മേളിൽ കയറുന്നത് എത്രയാണ് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അലേർട്ട് അടിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും സാധനം അപ്പോഴും അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഒരു താഴെയും മേളിലുമായിട്ട് സപ്പോർട്ട് ലൈനിലും റെസ്റ്റ് ലൈനിലും അലേർട്ട് വയ്ക്കും.
അപ്പോൾ അലേർട്ട് അടിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും അവസാനം ഒന്നും ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നടുക്കിടുന്നതുകൊണ്ട് ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് തൊടായിരുന്നേ. ഞാനിപ്പോൾ 1:30 ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒരു അലേർട്ട് അടിച്ചു, കണ്ടോ, ആ ബ്ലാക്ക് ലൈനിൻ്റെ താഴെ ഒരു വര പോയിട്ട് തിരിച്ചു വരാറുണ്ട്. അപ്പോൾ ഒരു അലേർട്ട് അടിച്ചു. അപ്പോൾ അത് കാരണം എടുത്ത് നോക്കിയതാണ്. ഓ എൻ്റെ പൊന്നോ, ഈ അലേർട്ട് വയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത പറഞ്ഞു കേട്ടോ. അതെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ 100 days ഓഫ് ചലഞ്ച്, അതിനകത്ത് റൂൾസ് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 25,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങുന്നുണ്ട് അളിയൻ താഴേക്ക് ഇറങ്ങി തന്നെ ഉണ്ട്, നോക്കട്ടെ. അപ്പോൾ എന്താണ് എന്ന് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്താൽ നമ്മളതൊന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക ഡെയിലി. ഈ സ്കാൽപ്പിങ് ആണ് പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാമെന്നുള്ള നമ്മളതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നില്ല, മനസ്സിലായോ? അപ്പോൾ എന്നും ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ നമ്മുടെ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിന് അപ്പോൾ എന്നും എന്താ നിനക്ക് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ഒരു മൂവ്മെൻറ്റ് എൻ്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതിലും ചെറിയ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു 250 260 രൂപയായപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ഓഫ് ആക്കി. അടുത്തതും 200 എന്തോ ആയപ്പോൾ അതും ഞാൻ കട്ട് ഓഫ് ആക്കി. അപ്പോൾ അത്രയാണ്. അപ്പോൾ നമുക്ക് ചെറിയ പ്രോഫിറ്റ് നമ്മളുടെ ക്യാപിറ്റൽ കൂട്ടിയാൽ മതി, അത്രയാണ് നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ പക്ഷേ ക്യാപിറ്റൽ കൂട്ടിയാൽ മതി. നിങ്ങൾ വിചാരിക്കുമോ ഇതിപ്പോൾ എന്തോ ആകെ ഒരു 200 കിട്ടി, അല്ലെങ്കിൽ 300 കിട്ടി, അല്ലെങ്കിൽ 400 കിട്ടി, എന്തോ അത് പ്രാന്ത് പിടിക്കില്ല നിങ്ങൾക്ക് തോന്നും. പക്ഷേ സംഭവം അങ്ങനെയല്ല, എൻ്റെ ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ അത് ഞാൻ 700 ആക്കും, ചില ദിവസങ്ങളിൽ 800 ആക്കും, ചില ദിവസങ്ങളിൽ 1500 ആക്കും, ചിലപ്പോൾ 2000 2200 ഒരു ഏത് ഈ 10,000 ഇൻവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 100 ആയിരിക്കും, ചില ദിവസങ്ങളിൽ 200 ആയിരിക്കും. അപ്പോൾ നമ്മളത് അത്ര വലിയ മൈൻഡ് കൊടുക്കാറില്ല. നമ്മളത് എപ്പോഴും ചെയ്യാറുള്ളത്, എപ്പോഴും ട്രേഡ് എപ്പോഴും പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാന്നുള്ളത് മാത്രം നമ്മളെപ്പോഴും മനസ്സിൽ കാണാറുള്ളൂ, അല്ലാതെ വേറൊന്നും നമ്മൾ കാണാറില്ല. ഞാൻ നേരത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യേണ്ടതും അതാണ്. ഇപ്പോൾ പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് കയറി എന്നുള്ളതിലല്ല, എന്നും ട്രേഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. എന്നാലാണ് നമ്മളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ആവുള്ളൂ. മനസ്സിലായോ? ഇപ്പം ആവശ്യമില്ലാത്ത സ്ട്രാറ്റജിയും കാര്യങ്ങളും, ഇപ്പം എൻ്റെ ഈ സ്ട്രാറ്റജിക്ക് എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുക്കുക, കൂടുതൽ നാളുകൾ കളിക്കുക. ഇത് വലിയ പ്രോഫിറ്റിനായിട്ട് വലിയ വലിയ ഗെയിമുകളിൽ പെടുക, ഉള്ള ഗെയിം ഇല്ലാണ്ടാക്കുക എന്നുള്ളതല്ല. ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് കൂടുതൽ ഗെയിമുകളിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ കളി. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു മെയിനായിട്ടുള്ള കാര്യമാണ് ഈ 2-3 ട്രേഡൊക്കെ ഒരുമിച്ച് എടുത്ത് വയ്ക്കുക എന്നുള്ളത്. അത് നമ്മളുടെ ശ്രദ്ധ 3-ലും ഓടി എത്തില്ല. അപ്പോൾ ആ പരിപാടി നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലോസ് പകുതി മാറി. ഒരു 8 ട്രേഡ് എടുക്കും, അവനത് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അവനത് പ്രോഫിറ്റിൽ പോകണത് നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളതിന് കട്ട് ഓഫ് ആയിട്ട് പ്രോഫിറ്റ് പോണവർ വെയിറ്റ് ചെയ്യുന്നതല്ല, നിസ്സാര ചെറിയ പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മളവിടുന്ന് കട്ട് ഓഫ് ആയിട്ട് ഇറങ്ങും. അതാണ് നമ്മളുടെ സ്ട്രാറ്റജി. ആ ഒരു സ്ട്രാറ്റജിയിൽ മാത്രം നമ്മൾ നിൽക്കാറുള്ളൂ. പക്ഷേ അതിൽ നിന്നിട്ട് എനിക്ക് ഇതുവരെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി അവൻ താഴോട്ട് പോകുന്നത് വലിയ പ്രതീക്ഷയില്ല. ആ ബ്ലാക്ക് വരെ ടച്ച് ചെയ്യാൻ കിട്ടിയാൽ നമ്മൾക്ക് കട്ട് ഓഫ് ആയി ഇറങ്ങാം. അതാണ് പ്ലാൻ. അതാണ് നല്ലൊരു പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ 1:30 ആയ സ്ഥിതിക്ക് ഈ ക്ലോസ് ചെയ്യാറുള്ള സമയം ആകുമ്പോൾ ചിലപ്പോൾ ഇവന്മാരുടെ കളി നേരെ ഓപ്പോസിറ്റേ കളിച്ചളയും. അപ്പോൾ അധികം പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കലാണ് മെയിൻ. കാരണം പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ മതി. നമുക്കങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളോ വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകും. ചെറിയ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാൻ ക്യാപിറ്റൽ കൂട്ടുക. ക്യാപിറ്റൽ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് 5% ആണെങ്കിൽ നാളെ 5% വാങ്ങിക്കുമ്പോൾ ഇന്ന് വാങ്ങിയ 5% കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ 5% നാളെ വാങ്ങിക്കണേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 10,000 വെച്ചിട്ട് കണക്കൂട്ടുന്നു മാത്രം. പ്രോഫിറ്റ് എപ്പോഴും കണക്കൂട്ടാറില്ല. പിന്നെ പ്രോഫിറ്റ് കണക്കൂട്ടാതെ ഇരിക്കണതിന് വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെറിയ ചെറിയ എന്തെങ്കിലും എക്സ്പെൻസൊക്കെ വരുമ്പോൾ ഞാൻ നേരെ ട്രേഡിങ്ങിൽ നിന്ന് എടുത്ത് മറിക്കും. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മറിക്കും. അപ്പോൾ ചിലപ്പോൾ വലിയ എമൗണ്ട് ആണെങ്കിൽ ചിലപ്പോൾ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് എമൗണ്ട് പോവും.
എനിവേ എന്തായാലും വേണ്ടില്ല, ഈ പറഞ്ഞ പോലെ നമ്മളത് എന്നാലും നമ്മൾ വീണ്ടും പിടിച്ച് കയറുന്നുള്ളതാണ്. ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗൾഫിലെ മറ്റേ കോവിഡ് കഴിഞ്ഞ് ഗൾഫിലെ ജോലിയൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അതിപ്പോൾ ബഹ്റിനിൽ ജോലി സെറ്റ് ആയേക്കണേ. ഇപ്പോൾ നാട്ടിൽ 2 മാസം ഉണ്ട്, അതിന് തിരിച്ചങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ഇനി സാലറി കിട്ടിയിട്ട് വേണം ഒന്ന് മര്യാദക്കൊന്ന് ഒരു 1-2 ലക്ഷം രൂപ കിട്ടിയിട്ട് ഒന്ന് ചെറിയ ചെറിയ സ്കാൽപ്പിങ്. 1-2 ലക്ഷം രൂപയാണെങ്കിൽ ഉണ്ടല്ലോ, സ്കാൽപ്പിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000, 1500, 2000, 45 അടി കട്ട് ഓഫ് ആക്കും. ഇതുപോലെ 6%, 7%, 7% ആക്കാൻ ഞാൻ നിൽക്കില്ല. ആകെ 2%. 1 lakh കിട്ടി കളിക്കേണ്ടതിൻ്റെ അത്രേ ഉള്ളൂ. 2%, 2.5%. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഗെയിം നിർത്തും ഞാൻ. കാരണം ഇമോഷണലി ഒരുപാട് ബ്രേക്കപ്പുകൾ വരും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കണ്ടോ, മറ്റേ ആ റെഡ് താഴെ മൂട്ടിട്ട് ഓടി മേളിലോട്ട് പോയി. പിന്നെ അവിടെ പച്ചയിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി മിക്കവാറും ആ പച്ചയിൽ നിന്ന് അവൻ താഴേക്ക് ഇറങ്ങി ആ ബ്ലാക്ക് ലൈനിൽ ടച്ച് ചെയ്യും. ആ ബ്ലാക്ക് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാം. അപ്പോൾ ഉള്ള പ്രോഫിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിക്കും. ഇപ്പോൾ ആ പച്ച കുറച്ച് മുകളിൽ കയറിയ കാരണം കൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അവണെന്ന് ആ ബ്ലാക്ക് ലൈൻ ടച്ച് ചെയ്യണ സെറ്റപ്പ് ആവട്ടെ, ആൾക്ക് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. അതാണ് പ്ലാൻ. അതാണെങ്കിലും പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ, നമ്മളൊരു പ്ലാനിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാനിൽ തന്നെ നിൽക്കണം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പരിപാടി കണ്ടിട്ട് ഇത് ബൈ അടിക്കാം എന്നോർത്തിട്ടായിരിക്കും കയറണം. എന്നിട്ട് കയറിയിട്ട് അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും ചിലപ്പോൾ ഒരു 5 മിനിറ്റത്തെ സിറ്റുവേഷൻ്റെ ചേഞ്ച് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്ലാൻ മാറ്റി ബൈ അടിക്കാൻ നിൽക്കുന്നത് നേരെ സെല്ലടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്ലാനിലോട്ട് നമ്മുടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോന്നും അയ്യേ നമുക്ക് മറ്റേ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നപ്പോൾ തോന്നും. പക്ഷെ അപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അപ്പോഴല്ലല്ലോ തോന്നണ്ടേ. തോന്നേണ്ട സമയത്ത് തോന്നിയില്ല. ഇതൊക്കെ വാണിംഗ് ആയിരുന്നു. വാണിംഗ് ട്രേഡൊന്നും ലോസിൽ പോയിട്ടില്ല, പിന്നെ ഇതിനെ വാണിംഗ്. ഈ 1.5 ഇപ്പോൾ ഇടയ്ക്ക് നേരത്തെ തുറന്നു നോക്കാത്തതിൻ്റെ സമയത്ത് എപ്പോഴെങ്ങാനും മറ്റേ ലോസിലോട്ട് പോയിട്ട് അപ്പോൾ എല്ലാം വന്ന വാണിംഗ് ആയിരിക്കും. 2 ക്രിട്ടിക്കൽ അലേർട്ട് ഉണ്ട്. അപ്പോൾ സംഭവം അതാണ്. പക്ഷെ ഇപ്പോൾ ലോസിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്ന സമയം ആവാറായുണ്ട്. 1:30 സമയമായിട്ടില്ല, ഇനിയുണ്ട് 1.5 മണിക്കൂറും കൂടി. എന്നിരുന്നാലും നമുക്ക് അവനവിടെ ഇങ്ങനെ ടച്ച് ആയി കിട്ടി നമുക്ക് ഉണ്ടാവും കട്ട് ഓഫാക്കി വിടാം കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞ് ഈ സമയമായപ്പോൾ പിന്നെ ഒരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ പതിയെ അനങ്ങണുള്ളൂ. 150 ഉള്ളയാളും 200 അങ്ങ് ടച്ച് ചെയ്യിപ്പിച്ചിട്ട് വിട്ടാലോ. നോക്കട്ടെ, ഒന്നുകൂടി നോക്കാം. 200 അടുപ്പിച്ച് കിട്ടിയാലും കുഴപ്പമില്ല. അവിടെ ചേർത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എൻ്റെ അവസ്ഥ ഇറങ്ങട്ടെ അങ്ങോട്ട്. എന്തോ ഇറങ്ങാത്ത വാ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഒന്ന് ലൈക്ക് ഇടണം കേട്ടോ. കമൻറ്റ് ഇടാത്തത് നിങ്ങളിലുള്ള കമൻറ്റൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടല്ലോ. ഒരു കമൻറ്റ് പോലും റിപ്ലൈ ചെയ്യാത്തില്ല. തെറി പറഞ്ഞവർക്ക് ഒരു റിപ്ലൈ അയക്കണ്ടേ, എന്നിട്ടാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ട്രേഡ് എടുക്കണില്ല. വീഡിയോയിൽ ലെങ്ത്തായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1/2 മണിക്കൂറോളം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവനെ കട്ട് ചെയ്യുക, കളിയിൽ നിന്ന് ഇറങ്ങാം. അതാണ് പ്ലാൻ, വേറെ പ്ലാനൊന്നുമില്ല. അവൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. 191, 186, 204. 204 ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ 2 ദിവസത്തെ വീഡിയോ ഒക്കെ പിന്നെ പെൻഡിങ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ ചെയ്യാനാണ്? നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫോളോ അപ്പ് ചെയ്തൊന്ന് എല്ലാം ഒന്ന് ഉഷാറാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ക്ലോസ് ചെയ്യാം ഗൈസ്, അത് നല്ലത്. ഉള്ള പ്രോഫിറ്റ് മതി. ഇത്രയും പ്രോഫിറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. അടുത്ത ദിവസം നോക്കാം, അടുത്ത ദിവസത്തെ ട്രേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ സപ്പോർട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ് ടു ഓൾ. ബൈ.